നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കറിവേപ്പില നമുക്ക് ഫ്രഷായിട്ട് ധാരാളം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിവേപ്പില റെസിപ്പി. കറിവേപ്പില പൊടി കഞ്ഞിടൊപ്പം തൈര് കൂട്ടിയ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. വായ്ക്ക് രുചി ഇല്ലാത്ത സമയത്തുള്ള സമയത്തൊക്കെ നല്ലതാട്ടോ. അപ്പോൾ അതിന് വേണ്ടത് മെയിനായിട്ട് കറിവേപ്പില തന്നെയാണ്. ഞാനിതാ ഇങ്ങനെ ഒരു കിണ്ണത്തിൽ നിറച്ചും, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിൽ നിന്ന് വലിയൊരു കൊമ്പ് വെട്ടിയപ്പോൾ കിട്ടിയതാണ്. നന്നായിട്ട് കഴുകി ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ധരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയൊരു പാത്രം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ച് ചേർക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്ന്, അതുപോലെ തന്നെ കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, സാധാരണ തുവരപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഈ തുവരപ്പരിപ്പ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അതെടുത്തോളൂ, കടലപ്പരിപ്പ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അതെടുത്തോളൂ. അതൊന്നും കുഴപ്പമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത്ര തന്നെ മതി കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇങ്ങോട്ട് നന്നായിട്ട് മൊരേനെ നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ക്രിസ്പി ആവണം കേട്ടോ. അങ്ങനെ പൊടിഞ്ഞു പോകണം. അങ്ങനെ നമുക്ക് ആദ്യം കറിവേപ്പില അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. ഇപ്പോൾ കണ്ട കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയിട്ട് ക്ഷമിക്കണം, നല്ല മഴയായിരുന്നു ഇത്രയും നേരം. ഇതപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ചെറിയൊരു ഫെയ്ഡ് മാതിരി വരും. ഇത് നന്നായിട്ട് കയ്യിലിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് വരണം, അങ്ങനെ ആക്കണം കേട്ടോ. വന്നു, ഭാഗ്യമുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീരൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു പൊടി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ അതിനേക്കാട്ടിലും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കുന്നത്. പലതരത്തിൽ നമുക്ക് കറിവേപ്പില പൊടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മതി കേട്ടോ, നന്നായിട്ടായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, അങ്ങനെ കിലുകിലെന്നൊരു ശബ്ദം വരും കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഉഴുന്ന്, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, അതിന് എണ്ണയൊന്നും വേണമെന്നില്ല കേട്ടോ, ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിരിക്കല്ലേ, പെട്ടെന്നായിക്കോളും. ഒന്നായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ മല്ലി. ചില ആൾക്കാർ മല്ലി സമ്മന്തിക്ക് പറ്റുമോ, മല്ലി കൊണ്ട് സമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കൂ, പറ്റൂലോ, അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കണം. ഇനി ഇതിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, കറുത്തതോ വെളുത്തതോ ഏത് വേണമെങ്കിൽ ആവാട്ടോ. അപ്പോൾ ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത്. വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടി വന്നോളും. കണ്ടോ, പെട്ടെന്ന് പൊട്ടി വരും. പിരിന്ന് വരുന്നത് കണ്ടോ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. വെയിറ്റ് ചെയ്യാം. മതി, എല്ലാം പൊട്ടി വന്നു, നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. കുറച്ച് കുരുമുളക്, ഒരു 10-20 മണി മതി കേട്ടോ. കുരുമുളകിനോടൊപ്പം തന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് അങ്ങാടിമുളക്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അങ്ങാടിമുളക് എന്നൊക്കെ പഴയ ഭാഷ കേട്ടോ. ഇതെന്താണെന്ന് വിചാരിക്കും കുട്ടികൾ കേട്ടാലേ. ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയി വരട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, മുളകൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നു. ഇതേപോലെ തന്നെ വരണം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കൂട്ടം കൂടി വറുത്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ കട്ടക്കായം, കായത്തിൻ്റെ പൊടി കഴിയുന്നതും ഇടാതിരിക്കുക. ടേസ്റ്റിന് കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കട്ടക്കായും പൊടിയും തമ്മിൽ. ഇത് നമുക്ക് മാറ്റാം. ഞാൻ വളരെ കുറച്ച് എണ്ണയിലൊന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ടക്കായം ഞാൻ ഈ വാതിലിൻ്റെ ഇടയിലേ കവർ വെച്ചിട്ട് വാതിലുണ്ട് അടയ്ക്കും. പെട്ടെന്നാണ് പൊടിഞ്ഞിട്ടു കേട്ടോ. ഒരു സൂത്രപ്പണിയാണ്. അല്ലെങ്കിൽ അമ്മിക്കുട്ടി കൊണ്ടൊരു നല്ലൊരു മേട്ടം കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ കട്ടിയാവും. അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ കൈ കൊണ്ട് തന്നെ അങ്ങനെ വലിച്ച് നീട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇതിലേക്ക് ആവശ്യമായ ഈ ചമ്മന്തിപ്പൊടിയിലേക്ക് ആവശ്യമായ പുളി അങ്ങോട്ട് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ഒന്ന് ചൂടായി വരണം. ഈ സമയത്തൊക്കെ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ പുളി ഒന്ന് ചൂടായി കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും മറ്റുള്ളതിൻ്റെ ഒപ്പം തന്നെ. മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇതിലിരിക്കട്ടെ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് അതുപോലെ തന്നെ പരിപ്പുകൾ, കായം ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മതി മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം. കണ്ടോ, ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പുളി, മുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ. കറിവേപ്പില ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊടിയണ മാതിരി വറുത്തെടുക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ നമ്മുടെ പുളി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ശർക്കര വേണം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ പിന്നെ നോക്കിയിട്ട് കുറച്ചും കൂടി ഇടാനുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ അധികമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില അതുപോലെ തന്നെ മുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കറിവേപ്പിലപ്പൊടി കണ്ടോ. ഇതേപോലെ മതി. കുറച്ചിങ്ങനെ തരിതരിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് വേണം. മിനിമിനേന് പൊടിയരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്തൊരു മണ വരണറിയോ. ഹായ്. അപ്പോൾ കറിവേപ്പില കിട്ടുമ്പോൾ ഇതേപോലെ ഒന്നാണ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. തൈര് കുട്ടിയ ചോറിൻ്റെ ഒപ്പം കഞ്ഞിക്കൊക്കെ പ്രത്യേകിച്ചും അതെ. നല്ല എരിയുണ്ട്, ചൊടിയുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള കറിവേപ്പിലപ്പൊടി എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പം നല്ല ചൂടുള്ള ചോറ് വിളമ്പിയിട്ടുണ്ട്. കറിവേപ്പിലപ്പൊടിയിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല കട്ട തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് കുറച്ച് വിളമ്പി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കറിവേപ്പിലപ്പൊടി, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഒരു മെഴുക്കുവരട്ടി, ഇവിടെ തന്നെ പൊടിച്ച ഗരം മസാലയുടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒരു മസാല ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉരുട്ടാം. ഞാൻ തൈരിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ചൂടുണ്ട്. എല്ലാവരും കഴിച്ചോളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.